നിങ്ങളുടെ കയ്യിലുള്ള പൈസയുടെ മൂല്യം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? സോ റിച്ചായിട്ടുള്ളവരെ റിച്ചാക്കിയും സ്ട്രഗിൾ ചെയ്യുന്നവരെ സ്ട്രഗിൾ ചെയ്തും കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പലരും വൈകി മാത്രമേ ഇതറിയുന്നുള്ളൂ എന്ന് മാത്രം. ഇതിന് നിങ്ങളുടെ ഡിഗ്രി എന്താണെന്നോ, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നെന്നോ, എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നെന്നോ എന്നൊന്നും അറിയണ്ട. പക്ഷേ നിങ്ങളിതിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റും. ഇതൊരു ലക്കോ അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിലോ അല്ലെങ്കിൽ സ്കാമോ ഒന്നുമല്ല. ഇതാണ് പവർ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ 15 വർഷം മുമ്പ് 25 രൂപയ്ക്ക് 1 ലിറ്റർ പാല് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അതേ പൈസയ്ക്ക് 1 ലിറ്റർ പാല് പോലും കിട്ടത്തില്ല. സോ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഈ പൈസയുടെ മൂല്യം കുറയാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷനാണ്. സോ ഇനി ഇന്ത്യയിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2000 to 2010 കാലഘട്ടത്തിൽ 5.5 to 6% ആയിരുന്നു. 2010 to 20 കാലഘട്ടത്തിൽ അത് 6 to 7% ആണ്. ആൻഡ് 2020 to 25 കാലഘട്ടത്തിൽ അത് വീണ്ടും 5 to 6% ആണ്. സോ അതായത് ഇന്ത്യയിലുള്ള ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 to 7% ആണ്. ഇനി ചെറിയൊരു പാൽക്കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയ എല്ലാം ലോകം കീഴടക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്കാലം. സോ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് അയൽവക്കത്തുള്ള ചേച്ചി 20 രൂപ തന്നിട്ട് പാല് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയുവാണ്. പാലും മേടിച്ച് ബാക്കി 7 രൂപയും കൊണ്ട് ചേച്ചിയുടെ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മിഠായി മേടിക്കാൻ വേണ്ടി തരുവാണ്. സോ ആ കാലമെല്ലാം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ 15 വർഷങ്ങൾക്കിപ്പുറം കാലം മാറി. ഇന്ന് 1 ലിറ്റർ പാലിൻ്റെ വില 55 തൊട്ട് 60 രൂപ വരെയാണ്. ഇത് നിങ്ങളുടെ പാല് ബെറ്റർ ആയതുകൊണ്ടല്ല, നേരെ മറിച്ച് നിങ്ങളുടെ പൈസ വീക്കായി പോയതുകൊണ്ടാണ്. സോ ഫുഡ് ഷോർട്ടേജ് വന്നപ്പോൾ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ നമ്മളെ രക്ഷിച്ചു. കോവിഡ് വന്ന സമയത്ത് കോവിഷീൽഡ് പോലുള്ള വാക്സിൻസ് നമ്മളെ രക്ഷിച്ചു. പക്ഷേ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് നമ്മൾ ആര് രക്ഷിക്കും? അതിനുള്ള ഉത്തരവാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്താലോ? ഇതാണ് ഇൻവെസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടതെന്ന് നോക്കാം. സോ നമ്മുടെ ചുറ്റിലും ഒരുപാട് അസറ്റ്സ് ഉണ്ട്. സോ ഗോൾഡ് നല്ലൊരു അസറ്റാണ്. സോ ഇങ്ങനെ വളർച്ച സംഭവിക്കുന്ന അസറ്റ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റും. സോ ഈ അസറ്റ്സ് നിങ്ങളെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യിക്കാനും നിങ്ങളുടെ വെൽത്തിനെ വളർത്താനും സഹായിക്കും. സോ ഇന്ത്യയിലുള്ള ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഗ്രോത്ത് ഒന്ന് നോക്കിയാലോ? സോ ഒരു കൊല്ലം മുമ്പ് അറൗണ്ട് ജാനുവരി 2025 22 ക്യാരറ്റ് ഗോൾഡ് 1 പവൻ സ്വർണത്തിൻ്റെ വില 55,000 തൊട്ട് 60,000 രൂപ വരെയായിരുന്നു. ഇന്ന് ഒരു കൊല്ലത്തിനിപ്പുറം ജാനുവരി 2026 അതേ സ്വർണത്തിൻ്റെ വില 1,10,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. അതായത് അറൗണ്ട് 78% ഗോൾഡ് ഒരു കൊല്ലത്തിൽ ഗ്രോ ആയേക്കുന്നത്. ഇനി സിൽവറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1 കിലോ സിൽവറിൻ്റെ വില അറൗണ്ട് 92,000 രൂപയായിരുന്നു ജാനുവരി 2025. ഇന്ന് ഒരു കൊല്ലത്തിനിപ്പുറം അതേ സിൽവറിൻ്റെ വില മോർ ദാൻ 3,20,000 രൂപയ്ക്ക് മേലെയാണ്. അതായത് 244% ഗ്രോത്താണ് സിൽവർ തന്നേക്കുന്നത്. സോ നിങ്ങൾ ആരെങ്കിലും വെറും ഒരു 5,000 രൂപ സിൽവറിൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 12,000 റുപ്പീസാണ്. സോ ഇത് FD തരുന്ന റിട്ടേൺസിനെ കാട്ടിയിട്ട് എത്രയോ മേലെയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 2 പേര് ഒരേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഒരാൾ കുറച്ച് നേരത്തെ തുടങ്ങി. ഇപ്പോൾ ഒരു 10 വർഷത്തിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാവുക എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ വരുന്നത്. സോ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കോമ്പൗണ്ടിങ് ഈസ് ദി 8th വേൾഡ് വണ്ടർ എന്നുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ പൈസയെ ഗ്രോ ചെയ്യിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂളാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്ങിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ എല്ലാ മാസവും 1000 രൂപ വീതം 15% റിട്ടേൺസ് തരുന്ന ഒരു അസറ്റ് ക്ലാസ്സിൽ 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ 20 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ടോട്ടൽ ഇൻവെസ്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2,40,000 റുപ്പീസാണ്. ആൻഡ് ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ ആഫ്റ്റർ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 14,97,000 റുപ്പീസാണ്. ആൻഡ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 4,66,000 ആണ്. സോ എന്താണ് ഈ 4,66,000 ഞാൻ പറഞ്ഞുതരാം. 20 കൊല്ലങ്ങൾക്ക് ശേഷം ഇൻഫ്ലേഷൻ്റെ വാല്യൂ 3.21 ടൈംസ് ഇൻക്രീസ് ആവും.
അതായത് ഇന്ന് നിങ്ങൾ 1 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം 20 വർഷങ്ങൾക്ക് ശേഷം 3.21 റുപ്പീസ് കൊടുത്താലേ മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ 4,66,000 രൂപ നിങ്ങൾ കോമ്പൗണ്ടിങ് വഴി ഉണ്ടാക്കിയ പ്രോഫിറ്റാണ്. സോ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പെട്ടെന്ന് റിച്ച് ആവുന്നു എന്നുള്ളതിലല്ല, നേരെ മറിച്ച് എത്ര പതുക്കെ പാവപ്പെട്ടവനാവുന്നു എന്നുള്ളതിലാണ്. സോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് അത് ഇന്നലെ ആയിരുന്നു. അടുത്ത ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് അത് ഇന്നാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.